വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. രാജസ്ഥാൻ കളി ജയിക്കുമെന്ന് തോന്നിച്ചിരുന്നു. എന്നാൽ അവസാന ഓവറിൽ റാഷിദ് ഖാൻ കളി ജയിച്ചു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് റാഷിദ് ഖാനായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഗിൽ ഔട്ടായപ്പോൾ രാജസ്ഥാൻ കളി ജയിച്ചതായിരുന്നു. എന്നാൽ പിന്നീട് റാഷിദ് ഖാനും രാഹുൽ തിവാട്ടിയും ഗുജറാത്ത് ടീമിനെ വിജയം സമ്മാനിച്ചു. രാജസ്ഥാൻ ബൗളേഴ്സിനെ കണക്കിന് കിട്ടി. ലാസ്റ്റ് ഓവറിൽ ആവേശ് കളി തിരിച്ചു പിടിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ റാഷിദ് ഖാൻ ലാസ്റ്റ് ബോളിൽ ബൗണ്ടറി അടിച്ച് കളി ജയിപ്പിച്ചു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി റാഷിദ് ഖാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കളി ജയിച്ചെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. രാജസ്ഥാൻ ടീം മികച്ചവരാണ്. സഞ്ജു മികച്ച തന്ത്രങ്ങളാണ് രാജസ്ഥാൻ ടീമിൽ പ്രയോഗിക്കുന്നത്. ഞങ്ങൾ കളി തോറ്റെന്ന് കരുതിയതായിരുന്നു. എന്നാൽ അവസാനം ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ കളി ജയിച്ചത്. ലാസ്റ്റ് ഓവറിൽ എനിക്ക് സമ്മർദ്ദം വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ടീമിനെ വിജയിപ്പിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനും രാഹുൽ തിവാട്ടിയും കൂടി നന്നായി കളിച്ചു. ലാസ്റ്റ് ബോളിൽ ഒരിക്കലും ഒരു ബൗണ്ടറി ഈസിയല്ല. എങ്കിലും ഞങ്ങൾ വാശിയോടെ പോരാടി. അവസാനം ഞങ്ങൾ കളി ജയിച്ചു. ഞങ്ങൾ ഇന്ന് കളി ജയിച്ചാലും റിയാൻ പരാഗും സഞ്ജുവും മികച്ച ബാറ്റിംഗ് ആണെന്ന് പുറത്തെടുത്തത്. വിജയത്തിൽ ക്രെഡിറ്റ് രാജസ്ഥാനുമുണ്ട്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും റാഷിദ് ഖാൻ വ്യക്തമാക്കി. ഇതുവരെ പരാജയം എന്താണെന്ന് അറിയാതെയാണ് രാജസ്ഥാൻ മുന്നോട്ട് പോയത്. ഇന്നത്തെ മത്സരത്തിലും രാജസ്ഥാൻ ജയിക്കേണ്ടതായിരുന്നു. എന്നാൽ അവസാന നിമിഷം കളി കൈവിട്ടുപോയി. അങ്ങനെ IPLലെ ആദ്യ പരാജയമാണ് രാജസ്ഥാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്നാലും ഇന്ന് സഞ്ജു മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. സഞ്ജുവും റിയാൻ പരാഗും 50 അടിച്ചു. ഗുജറാത്ത് ബൗളേഴ്സിനെ കണക്കിന് കിട്ടി. സെക്കൻഡ് ബാറ്റിങ്ങിലാണ് ഗുജറാത്ത് പണി തന്നത്. ഗിൽ ഔട്ടായപ്പോൾ കളി ജയിച്ചതായിരുന്നു. എന്നാൽ പിന്നീട് ആവേശ് ഖാൻ ലാസ്റ്റ് ഓവർ കുളമാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ട്രെൻഡ് ബോൾട്ടിനെ ഓറുണ്ടായിട്ടും സഞ്ജു കൊടുത്തത് ആവേശനായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.